പേരിലോ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന കുറച്ച് തമാശകളും ഒക്കെ നിറഞ്ഞ ഒരു വെബ് സീരീസാണ് നമ്മുടെ വെബ് സീരീസ്. ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസ്, അതും ഒരു ഹോട്ട്സ്റ്റാർ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പറ്റുന്ന അമളികളാണ് മൊത്തത്തിൽ, കാരണം കയ്യിൽ മണ്ടത്തരം ഉള്ളതുകൊണ്ടാണ് ഇഷ്ടംപോലെ അമളികൾ പറ്റുന്നത്. അതിനകത്തൊരു എമറോളം പുതിയാണല്ലോ സിനിമയും സീരീസിലാണ് പുതിയത്. പക്ഷെ നാടകത്തിൽ ഒരുപാട് എക്സ്പീരിയൻസിലാണുള്ളത്. അതല്ല ഞാൻ കോപ്പിയടിച്ച് രോമാഞ്ചത്തിൽ അർജുൻ ഇഷ്ടമല്ല ചെന്ന ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. അർജുൻ സൺഡേയുടെ റിയൽ ലൈഫ് അടിച്ചത്, അപ്പൊ ആക്ഷൻ സൈക്കിൾ വിട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു ഞാൻ പോലും അറിയില്ല. Ladies and gentlemen, ഏറ്റവും ആദ്യം നമ്മുടെ എല്ലാ വിശിഷ്ട വ്യക്തികളെയും നമുക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And first of all, please join me to welcome on stage one of the producers from E4 Entertainment, Mr. Mukesh R. Mehta. അദ്ദേഹത്തിന് നല്ലൊരു കൈ നൽകി ഈ ഒരു വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. Sir, a very warm welcome to you. ഒരിക്കൽ കൂടി സ്വാഗതം. Please be seated. അദ്ദേഹത്തോടൊപ്പം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ ഒരു ചിത്രത്തിന്റെ സംവിധായകൻ നമുക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ശ്രീ പ്രവീൺ ചന്ദ്രൻ. വെൽക്കം സർ, വെൽക്കം. വൺസ് അഗൈൻ വെൽക്കം. അദ്ദേഹത്തോടൊപ്പം ഈ ഒരു വേദിയിലേക്ക് അടുത്തതായി സ്വാഗതം ചെയ്തത് കുഞ്ഞിരാമായണ പത്മിനി തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ റൈറ്റർ ശ്രീ ദീപു പ്രദീപ്. അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു സീരീസിന്റെ റൈറ്റർ. A very warm welcome to you. And joining them on dais, I would like to welcome on stage the veteran actor, നമ്മുടെ എല്ലാവരുടെയും സ്നേഹിതൻ, നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട അശോക് ഏട്ടനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. A very warm welcome to you. ഇനി അടുത്തതായി ഈ ഒരു സീരീസിന്റെ നായകൻ ശ്രീ സണ്ണി വെയിൻ, അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് നമുക്ക് നല്ലൊരു കൈ നൽകി സ്വാഗതം ചെയ്യാം. A very warm welcome to you. ഇനി ഈ ഒരു സീരീസ് കാണുമ്പോൾ തന്നെ, ഈ ഒരു സീരീസിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും, വളരെ യാദൃശ്ചികമായി പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്ന ഒരു നായികയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചിത്രമാണിത്. അപ്പോൾ ഈ ഒരു സീരീസിന്റെ നായികയെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ദിഗ്ല വിമൽ, a very warm welcome to you. ഒപ്പം ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ അജുവേട്ടനെ ശ്രീ അജു വർഗീസ്. A very warm welcome to you. ഒരിക്കൽ കൂടി വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഇവരിൽ നിന്ന് രണ്ട് വാക്കുകൾ കേൾക്കാം. ഏറ്റവും ആദ്യം വെബ് സീരീസ് എനിക്ക് ഒരു ചാൻസ് കൊടുക്കുന്ന ഹോട്ട്സ്റ്റാറും സ്റ്റാർ ടി വിയും ഏഷ്യാനെറ്റിന് നന്ദിയുണ്ട്. അതേപോലെ വേദിയിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും സണ്ണി വെയിൻ, അജു, നിഖില, എസ്പെഷ്യലി കുട്ടേട്ടൻ വന്നിട്ടില്ല. ഇവരെല്ലാവരും നമ്മളുടെ പടങ്ങളിലൊക്കെ ഓൾറെഡി ആക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവരെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിൽ നന്ദിയുണ്ട്. ദീപുവും പ്രവീണും രണ്ടുപേരുടെ ഈ വെബ് സീരീസ് നല്ല രീതിയിൽ എല്ലാവരും സ്വീകരിക്കും എന്നുള്ള എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇതൊരു കോമഡി ജോണറാണ്, നല്ല രീതിയിൽ വന്നിട്ടുണ്ടാകുന്ന വിശ്വാസം. എല്ലാവരും ഈ പ്രസ് വന്നതിന് താങ്ക്സ്. എല്ലാവരും എങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. E4 Entertainment പടങ്ങളായാലും അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ കണ്ടന്റ് ഡ്രിവൻ സാധനങ്ങളാണ് ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ഈ ശ്രമം കൂടി നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു. നന്ദി, താങ്ക്സ്. Thank you sir, thank you very very. അടുത്തതായി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും E4 Entertainmentsഉം ഒരുമിച്ച് നിർമ്മിക്കുന്ന പേരിലോ പ്രീമിയർ ലീഗിന്റെ സംവിധായകൻ, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് രണ്ട് വാക്ക് കേൾക്കാം, ശ്രീ പ്രവീൺ ചന്ദ്രൻ. അപ്പോൾ പേരിലോ പ്രീമിയർ ലീഗ് ഈ 5-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ തുടങ്ങുകയാണ്. എല്ലാവരും കാണണം. ഇപ്പോൾ ഈ ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ്. ഇനി ചെയ്യാൻ പോകുന്നതും അങ്ങനെയുള്ള ഡയറക്ടേഴ്സാണ്. ഞാനാണ് ഇതിലൊരു ഡെബ്യൂ ഡയറക്ടറായിട്ട് ചെയ്യുന്നത്. അതിന് എനിക്ക് അവസരം ഒരുക്കി തന്ന ഹോട്ട്സ്റ്റാറിനും E4 Entertainmentsഉം ദീപു പ്രദീപിനും താങ്ക്സ് പറയുന്നു. പേരിലോ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന കുറച്ച് തമാശകളും ഒക്കെ നിറഞ്ഞ ഒരു വെബ് സീരീസാണ് നമ്മുടെ വെബ് സീരീസ്. അപ്പോൾ എല്ലാവരും കാണുക. താങ്ക് യു. Thank you very much.
നവാഗതനായ സംവിധായകനാണ്. എല്ലാവിധ ആശംസകളും നേരുന്ന ഈ അവസരത്തിൽ ഇനി അടുത്തതായി നമ്മളുടെ ഈ ഒരു സീരീസിന്റെ റൈറ്റർ ശ്രീ ദിവു, അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസ്, അതും ഒരു ഹോട്ട്സ്റ്റാർ പോലൊരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. E4 Entertainmentsഉം മുകേഷ് സാറെ ചേട്ടനും ആദ്യ സിനിമ കുഞ്ഞിരാമായണം മുതൽ കൂടെയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഗുരുവായൂരമ്പല നടയിൽ സിനിമ ഷൂട്ട് നടക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ പ്രവീണേട്ടൻ, ഞങ്ങൾ ഒരു സിനിമയ്ക്കായിരുന്നു ആദ്യം ഒരുമിക്കേണ്ടിയിരുന്നത്. ആ സിനിമ കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോഴാണ് ഈ വെബ് സീരീസ് നമുക്ക് ആ ഒരു നല്ല രീതിയിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ച അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ എല്ലാവരും ഒരു പൂർണ്ണ മനസ്സോടെ അവരെ മാക്സിമം ഇട്ടിട്ട് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അവരൊരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ സൈഡിൽ നിന്ന് ദിലീപ് സാറ്, അനന്തേട്ടൻ, പിന്നെ കുട്ടി സാറ്, എല്ലാവർക്കും അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ടും വളരെ വലുതായിരുന്നു. ഇനി 5-ാം തീയതി തൊട്ട് എല്ലാ ഭാഷയിലും വരുന്നു ഈ സീരീസ്. എല്ലാവരും കാണും എന്ന് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല കഥാപാത്രം ചെയ്തതിൽ സന്തോഷമുണ്ട്. ഹോട്ട്സ്റ്റാറിൻ്റെ 2ാമത്തെ വെബ് സീരീസിലാണ് ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നല്ല പ്രൊജക്റ്റായിരിക്കും. ഓഡിയൻസിന് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. എല്ലാം കൂടെ ചേർത്ത് തമാശ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് കോർത്തിണക്കിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ സംവിധായകനെയും പ്രവീണിനെയും നിർമ്മാതാക്കളെയും റൈറ്ററെയും ഒക്കെ വളരെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും, ഈ ഇരിക്കുന്നവരെല്ലാവരെയും, മറ്റ് ഇവിടെ ഇരിക്കുന്ന പല ആർട്ടിസ്റ്റുകളുണ്ട്, അവരൊക്കെ എല്ലാവരുടെയും സഹകരണം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഞങ്ങളുടെയൊക്കെ അനുഭവമായിരുന്നു. ആ നാട്ടുകാർ, വയനാട്ടുകാർ വളരെയധികം ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. അത്രയധികം ദിവസം ഷൂട്ട് ചെയ്തപ്പോഴും അതിനകത്ത് ഒരാൾ പോലും ഈ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വർക്കിനെ വളരെയധികം ഒരുപാട് ഗുണകരമായി അത് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഭവിച്ചിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ഈ ഒരു സബ്ജക്റ്റ് കാണാൻ വേണ്ടി, അഭിനയിച്ച ഞങ്ങൾക്കൊക്കെ തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാ കഥാപാത്രങ്ങളും ജീവനുള്ള കഥാപാത്രങ്ങളാണ്. ഒപ്പം എൻ്റെയും. എന്തായാലും വളരെ സന്തോഷം. 5-ാം തീയതി റിലീസ് ചെയ്യുന്ന എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു. വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. നന്ദി അശ്വതി, താങ്ക് യു വെരി വെരി മച്ച്. നമ്മുടെ ഈ ഒരു സീരീസിന്റെ നായകൻ ശ്രീ സണ്ണി വെയ്ൻ, ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി ഷെയർ എ ഫ്യൂ വേർഡ്സ് വിത്ത് us, പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഇപ്പം ഞങ്ങൾ എല്ലാവരും പേരിലൂരിൻ്റെ ഫസ്റ്റ് ഒരു പ്രീമിയർ ഉണ്ടായിരുന്നു. ആ പ്രീമിയർ ആയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഇരിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, പിന്നെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കണ്ടതിന് ശേഷം ഇപ്പം 3 എപ്പിസോഡായിരുന്നു നമ്മൾ പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരു നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും എൻജോയ് ചെയ്തൊരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ളൊരു വെബ് സീരീസാണ്. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ചൊരു ത്രില്ലർ മൂഡിലൊക്കെ ഉള്ള കുറച്ച് കാലം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാലം വെബ് സീരീസുകളൊന്നും നമ്മൾ കൂടുതൽ കണ്ടിട്ടില്ല. മലയാളത്തിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഒരു എൻ്റർടൈനർ, ഒരു ഫൺ എൻ്റർടൈനറാണ് യെല്ലോ പ്രീമിയർ ലീഗ്. അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഡിസ്നി ഹോട്ട്സ്റ്റാർ ആൻഡ് E4 Entertainment വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ സ്വന്തം എന്താ പറയുക, ഇതിലിരിക്കുന്ന എല്ലാ അഭിനേതാക്കളും, മുന്നിലിരിക്കുന്ന അഭിനേതാക്കളും എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയാലും, പിന്നെ ആദ്യമായിട്ടൊരു വെബ് സീരീസിൻ്റെ ഭാഗമാകാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വിളിച്ച് ഒന്ന് പരിചയപ്പെടുത്തണമെന്നാണ് അല്ലെ ചേട്ടന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുൻപായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും E4 Entertainmentsഉം ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന പേരിലൂർ പ്രീമിയർ ലീഗിന്റെ വിശേഷങ്ങളും ചോദ്യങ്ങളിലേക്കും നമുക്കിനി അടുത്തതായിട്ട് കടക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കുമുള്ള സമയമാണ്. ഷൂട്ട് യുവർ ക്വസ്റ്റ്യൻസ്. ഈ ഒരു സീരീസിനോടനുബന്ധിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ചോദിക്കാവുന്നതാണ്. എന്നോടാണ് ചോദ്യം. ഇവിടെ
നിഖിലേക്ക് പൊതുവിൽ സംസാരിക്കുമ്പോൾ തന്നെ ഒരു സർക്കാസം സ്വഭാവം ഉണ്ടല്ലോ, ഒരു തഗ് ലൈഫ് സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി പരിഗണിച്ചുകൊണ്ടാണോ അവർ ഈ റോളിലേക്ക് കാസ്റ്റ് ചെയ്തത്? യഥാർത്ഥ ജീവിതത്തിൽ നിഖിലായിട്ടൊരു ബന്ധവുമില്ല. ഇപ്പൊ ഈ മാളവിക എന്ന് പറഞ്ഞ ക്യാരക്ടർ മാത്രമാണ് ഇതിനകത്ത് പേരിലൂരുകാരി അല്ലാത്തത്. അപ്പോൾ ശരിക്കും പേരിലൂരുകാരി അല്ലെങ്കിൽ പോലും അത്ര ഈ പറയുന്ന റിയൽ ലൈഫ് ക്യാരക്ടറുമായിട്ടൊരു ബന്ധവുമില്ല. പറ്റുന്ന അമളികളാണ് മൊത്തത്തിൽ. അത് കയ്യിൽ മണ്ടത്തരം ഉള്ളതുകൊണ്ടാണ് ഇഷ്ടംപോലെ അമളികൾ പറ്റുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും ഈ ക്യാരക്ടർ അങ്ങനെയാണ്. ട്രെയിലറിൽ കുറച്ച് നമുക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മളും അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നിങ്ങളാണല്ലോ പറയേണ്ടത് എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ ക്യാരക്ടർ ത്രൂ ഔട്ട് ഒരു താല്പര്യമില്ലായ്മ ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ അത് നിൽക്കും വേണം, എന്നാൽ ഹ്യൂമർ വർക്കൗട്ട് ആവും വേണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം എനിക്ക് അധികം ചെയ്തിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അപ്രോച്ച് എങ്ങനെ? താല്പര്യമില്ലായ്മ എന്നുള്ളത് അത് കഥയുടെ ഒരു ഒഴുക്കിനെ സംബന്ധിച്ച് വരുന്നതാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ അതിൽ മനസ്സിലാവും നമുക്ക് ഈ ഗ്രാമത്തിലേക്ക് വരാനൊരു താല്പര്യമുണ്ട്. പക്ഷെ അത് പിന്നെ അവിടെ നിന്നുള്ള നാട്ടുകാരുടെ പെരുമാറ്റവും നാട്ടുകാർ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളും കണ്ടിട്ടാണ് പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തും ഈ മാളവിക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതിലാണ് അതിൻ്റെ ഒരു ഫൺ ഇരിക്കുന്നത്. ആ ക്യാരക്ടറിന്റെ ഒരു ഫൺ ഇരിക്കുന്നത് അവിടെയാണ്. ഡയറക്ടർ ആദ്യം ഇത്രമാണല്ലോ. ഇപ്പം നമ്മൾ മുമ്പ് ഐവി സാറിൻ്റെയൊക്കെ ശശികാന്തൊക്കെ സിനിമ നേരത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ബിഗ് ഫ്രെയിമിൽ വരുന്ന നമ്മൾ സിനിമ കണ്ടു തുടങ്ങി. ഇപ്പോൾ ലാൽ സാറിൻ്റെയൊക്കെ മീശ വന്നതിൻ്റെ അത് മാധവനെ മീശ വിരിച്ചിരിക്കുന്നതെന്ന് പറയാൻ നേരത്തെ ആ താടി വെച്ച വെള്ളം താടിയുള്ള അപ്പൂപ്പനെ പോലും ഓർത്തിരിക്കുന്നു. ചെറിയ ഒരു സ്ക്രീൻ സ്പേസിൽ കാണിക്കുന്ന ആളെ പോലും ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അത് എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു? ആക്ച്വലി ഈ കഥ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഒരു നാടിൻ്റെ കഥയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ആദ്യത്തെ എപ്പിസോഡിൽ ഒരു കവലയിൽ ഒരു സീൻ കാണിക്കുന്ന സമയത്ത് രണ്ടുപേര് സംസാരിക്കുന്ന സീനാണെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ലാതെ നിൽക്കുന്ന ഒരാളായിരിക്കാം മേ ബി 6ാമത്തെ എപ്പിസോഡിലെ പ്രധാന വില്ലൻ. അപ്പോൾ ഇവരുടെ ഈ ക്യാരക്ടറൈസേഷൻ ഇപ്പോൾ ധൃതിനി സാറ്, അലസൻ രാജേഷ്, അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ക്യാരക്ടറൈസേഷനുകളുണ്ട്. ഇത് ത്രൂ ഔട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ച് തന്നെയായിരുന്നു. കാരണം ഒരു സീൻ എടുക്കുന്ന സമയത്ത് ആ സീനിൽ ആക്ച്വലി അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ക്യാരക്ടറൈസേഷൻ അവരുടെ ആ ബോക്സിൽ നിന്ന് പുറത്ത് പോകാനും പാടില്ല. അത് നമുക്ക് എന്താ 125ഓളം കഥാപാത്രങ്ങളുണ്ട് ഇതിനകത്ത്. അതിനകത്തൊരു 80ഓളം പേര് പുതിയ ആളുകളാണ്. പുതിയ ആളുകളെന്ന് വെച്ചാൽ അവർ സിനിമയും സീരീസിലുമാണ് പുതിയത്. പക്ഷെ നാടകത്തിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ ക്യാരക്ടറിനെ കുറിച്ചൊരു വ്യക്തമായ ക്ലാരിറ്റി അവർക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഗംഭീര ആക്ടേഴ്സുമാണ്. അപ്പോൾ ഈ സീരീസ് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ അവരുടെ പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷനും ഭയങ്കരമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ദീപുവിൻ്റെ എഴുത്തുകൾ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ ക്യാരക്ടർ നെയിമിൻ്റെ തമാശകളൊക്കെ ചോദിച്ചു. അപ്പോൾ ദീപുവിൻ്റെ എഴുത്തുകൾ എപ്പോഴും പരമാവധി തമാശ കയറ്റാൻ ദീപു നോക്കാറുണ്ട്. അതിപ്പോൾ ക്യാരക്ടർ നെയിംസിലാണെങ്കിലും ശരി, നാടിൻ്റെ പേരാണെങ്കിലും ശരി. ഞങ്ങളെപ്പോഴും പറയും വരികളുടെ ഇടയിൽ കുത്തിലും കൊമ്പിലും വരെ കോമഡി കയറ്റാൻ നോക്കുന്ന ആളാണ് ദീപു. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽ സ്ക്രിപ്റ്റിൽ ഉണ്ടാകുന്നതുകൊണ്ട് എനിക്കും അതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ആ ക്ലാരിറ്റി എനിക്ക് ആക്ടേഴ്സിന് കൊടുക്കാനും പറ്റി. അപ്പോൾ അവരുടെ ഭാഗത്തുള്ള കോൺട്രിബ്യൂഷനും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ ആണ് കാണൽ സീനുണ്ടല്ലോ, അത് ട്രെയിലറിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നതാണ്. നമ്മുടെ പ്രിവ്യൂവിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയ തൊട്ട് തന്നെ എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരുന്നു? അതിനും ഈ പറഞ്ഞ സർക്കാസം സ്വഭാവം ഉണ്ടോ? രണ്ട്, ഇപ്പോൾ വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹ്യൂമർ ചെയ്യാന്ന് പറഞ്ഞ ഒരു തിൻ ലൈനാണ്. അത് അങ്ങോട്ട് പോയാൽ ചടിയാവും, ഇങ്ങോട്ട് പോയാൽ കറക്റ്റാവും. അപ്പോൾ ഹ്യൂമർ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുക, അത് സാഹചര്യത്തിനനുസരിച്ച് വരുന്ന ഹ്യൂമർ ചെയ്യുക, അതിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയുണ്ട്? ആളുകാണൽ സീൻ ഷൂട്ട് ചെയ്യുമ്പം നല്ല രസമായിരുന്നു. കാരണം ഞാൻ വരുമ്പോഴത്തേക്കും സണ്ണിയുടെ എൻട്രിയൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടാണ് എൻ്റെ റിയാക്ഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സണ്ണി അത് ഭയങ്കര രസമായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ അത് ചെയ്യുമ്പോൾ ഇത് നമ്മൾ മനസ്സിൽ കണ്ടാണല്ലോ ചെയ്യണം. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ. അപ്പം നമ്മൾ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പുതുമ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അപ്പം നമുക്കതൊരു സീനായിട്ട് ഷൂട്ട് ചെയ്യുന്നത് അഭിനയിക്കുന്നു എന്നുള്ളവർക്ക് വന്നിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു.
ഹ്യൂമർ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് വേണം ആരെങ്കിലുമൊക്കെ പറയാൻ എൻ്റെ ഹ്യൂമറൊക്കെ ഓർക്കാനായിട്ടോ എന്നുള്ളത്. അപ്പോൾ ആ തിൻ ലൈനിനെ പറ്റിയിട്ട് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ചേട്ടാ ചേട്ടാ ഈ സിനിമയിൽ ചേട്ടൻ സൈക്കോ ബാലനായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റെഫറൻസ് എടുത്തത് ശ്രീനിവാസൻ്റെ മൂതനോടി അസോസിയേറ്റിലെ ആ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പം അത് എത്രത്തോളം ഹെൽപ്പായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? അതല്ല ഞാൻ കോപ്പി അടിച്ചത്. രോമാഞ്ചത്തിൽ അർജുൻ്റെ ഷോയാണ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേൾക്കുമ്പം. സൈക്കോ ബാലേന്ദ്രൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. പപ്പേട്ടൻ പറഞ്ഞപ്പം ഇങ്ങനെ ദീപുവിനെ പ്രവീൺചേട്ടനെ സിസ്റ്റർ അവിടെ ദീപു എന്നെ വിളിച്ചു, കഥ പറഞ്ഞു. കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് ആയിരുന്നു. സൈക്കോയുടെ പ്രവർത്തികൾ ചെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഒറ്റ മുഖം ഓർമ്മ വരുന്നുള്ളൂ അർജുന ഷോ. അവനെ അങ്ങനെ എന്നെ കോപ്പി അടിക്കാൻ നോക്കി. അത്ര ഇത് ഹോട്ട്സ്റ്റാറിന്റെ 3ാമത്തെ വെബ് സീരീസ് ആണ്. ഇതിനു മുമ്പ് ചെയ്ത 2 വെബ് സീരീസുകളും സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടേഴ്സാണ്. താങ്കൾ ഒരു ഡെബ്യൂട്ട് ആയിട്ട് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ എങ്ങനെ എത്രത്തോളം ടഫായിരുന്നു നിങ്ങൾ ഇത്രയും ഒരു കാസ്റ്റിംഗ് പോലെ വെച്ചിട്ട് ചെയ്യാനായിട്ട്? ടഫായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ചെയ്യുന്ന വർക്കാണിത്. ഞാൻ എന്നാലും കുറച്ച് വർഷങ്ങളായിട്ട് ഞാനിവിടെ അസിസ്റ്റന്റ് സംവിധായകനായി വർക്ക് ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ. അപ്പോൾ അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസുകളും പിന്നെ ഗുരുക്കന്മാരുടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസുകളും ഒക്കെ എനിക്ക് ഇത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ എനിക്ക് ഹെൽപ്പായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വെബ് സീരീസ് എന്നുള്ള രീതിയിൽ സിനിമയേക്കാൾ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. കുറച്ചുകൂടെ ആക്ടേഴ്സിൻ്റെ ലൈഫ് ഉണ്ട്, കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫ് ഉണ്ടാവും, അവരുടെ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ. പിന്നെ പരമാവധി ഈ ഹ്യൂമർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവരെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ വരുന്നവർക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും മുഖത്തെ ടെൻഷനൊക്കെ മറച്ചു പിടിച്ചൊരു ചിരി വെച്ചിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് പോകുന്നത്. അപ്പോൾ ആർക്കും ഒരു ടെൻഷൻ ഇല്ലാതെ എല്ലാവർക്കും കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മാക്സിമം പെർഫോമൻസ് പുറത്തെടുക്കാനാണ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു എനിക്ക് എല്ലാവരുടെയും ഒരു മാക്സിമം പെർഫോമൻസ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സണ്ണി ചേട്ടാ ഇവിടെ കാസർഗോഡിന് ശേഷം വരുന്ന ഒരു വെബ് സീരീസ് ആണിത്. അപ്പം നേരത്തെ ചോദ്യത്തിന് അഡീഷൻ സണ്ണി ഇപ്പം പറഞ്ഞു. അർജുൻ സണ്ണിയുടെ റിയൽ ലൈഫ് അടിച്ചത്. അപ്പൊ ആക്ച്വൽ സൈക്കോ ഇവിടെ കാസർഗോഡിന് ശേഷം വരുന്ന വെബ് സീരീസ് ആണിത്. അപ്പം ഒരു വെബ് സീരീസിലേക്ക് വരുമ്പോൾ വൈഡായിട്ടുള്ള സിനിമ വരുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വെബ് സീരീസിന്റെ അനുഭവങ്ങൾ? എങ്ങനെയുണ്ടായിരുന്നു? എനിക്കൊന്നാമത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വയനാട് ഇത്രയും സമയം ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. നീലായസിൻ്റെ സമയത്താണ് ചെറിയൊരു മോശം അവിടെ ഷൂട്ട് ചെയ്തത് ഒരു സോങ്ങിൻ്റെ. ഒരു ത്രൂ ഔട്ട് ഒരു വെബ് സീരീസ് അവിടെയാണ് വയനാടാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു ഞാൻ പോലും അറിഞ്ഞില്ലായിരുന്നു ഇത്ര വർഷമായിട്ട്. ഈ വെബ് സീരീസ് ചെയ്യുമ്പം ഒരുപാട് മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസിലാണ് നമ്മൾ ഈ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഇതൊരു ത്രൂ ഔട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫിൽഡ് എൻ്റർടൈൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റർടൈനറാണ് ഈ ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സ്ക്രിപ്റ്റ് റൈറ്റർ അതായത് എല്ലാത്തിലും, അതായത് ഓരോ സീൻസിലും നർമ്മം കൊണ്ടുവരാൻ കൃത്യമായിട്ട് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ വളരെ എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി എൻ്റെ പോർഷൻസൊക്കെ ഞാൻ അങ്ങനെയാണ് കൂടുതലും ഞാൻ പിന്നെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഡയറക്ടറും നമ്മളൊക്കെ അത് സീക്വൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ അത് കുറച്ചേരം ചിരിച്ചിട്ട് ചിരിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് സീരീസ്. പിന്നെ കാരണം ഒരു യൂണിറ്റും അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലുള്ള എല്ലാ ആളുകളും അതേ യൂണിറ്റിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ ആൾക്കാർ, പിന്നെ എല്ലാ പേരും സിനിമയിലുള്ള അതേ ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത് വളരെ എൻജോയ് ചെയ്ത് ചെയ്തൊരു വെബ് സീരീസാണ്. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു. അപ്പോൾ നമ്മളൊരു ടൈം കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
ഇനി അടുത്തതായി ഈ ഒരു വേദിയിലേക്ക് പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന ഈ ഒരു സീരീസിന്റെ ഭാഗമായ ഇവിടെ വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളെ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട്. ഒപ്പം ഏറെ ബഹുമാനത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ദിലീപ് സർ ആൻഡ് അനന്തപത്മനാഭൻ സർ, ഇരുവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.